ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സ്കൂട്ടറിനെ കുറിച്ചാട്ടോ. ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ കുറച്ച് ഡീറ്റെയിൽസ് തന്നു. ഇന്നാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയുമെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇതാട്ടോ നമ്മുടെ സ്കൂട്ടർ. നമ്മളാണെങ്കിൽ ഒരു റെഡും ബ്ലാക്കും കളറുള്ള ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്തത്. പിന്നെ ബ്ലാക്കും ഓറഞ്ചും ബ്ലാക്കും യെല്ലോ ബ്ലാക്ക് അങ്ങനത്തെ കുറേ കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു സൈഡിലേക്ക് തിരിക്കുമ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവും. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇച്ചിരി ഹാർഡായിട്ടൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ബൂട്ട് സ്പേസ് ഓപ്പൺ ആവും. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്പേസ് ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കൈ വെച്ച് കമ്പയർ ചെയ്യാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഡെപ്തും ഉണ്ട് ലെങ്ത്തും ഉണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലാവുണ്ടെന്ന് തോന്നുന്നു കൈ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ. പിന്നെ നമുക്കിവിടെ താഴെയായിട്ട് ഇച്ചിരി സ്പേസും കൂടെ ഉണ്ട്. നമുക്ക് ഫോണും പിന്നെ നമ്മുടെ കുറച്ച് ആക്സസറീസൊക്കെ വയ്ക്കാൻ. പിന്നെ നമ്മുടെ വണ്ടിയിലാണെങ്കിൽ ഇവിടെ നമ്മുടെ ഓഡോമീറ്റർ നമ്മൾ എത്ര കിലോമീറ്റർ ഓടി എന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാണാമല്ലോ. ഇതാണ് നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയെന്ന് നമ്മൾ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ കുറച്ച് സെക്കൻഡിലേക്കുള്ള കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓൾമോസ്റ്റ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന്. പിന്നെ ആ പി മാറണമെങ്കിൽ നമ്മൾ ബ്രേക്ക് വെക്കണം, ഇല്ലെങ്കിൽ വണ്ടി ഓൺ ആവത്തില്ല. അപ്പോൾ പിന്നെ നമ്മുടെ സാധാരണ പോലെ മിറേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഹസാർഡ് ലൈറ്റും ഉണ്ട്. പിന്നെ ഈ റിവേഴ്സ് ബട്ടൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഞെക്കിക്കൊണ്ട് നമ്മൾ ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്പീഡിൽ ഇത് തന്നെ ബാക്കിലേക്ക് പോകും കേട്ടോ. അതെനിക്ക് പ്ലസ് പോയിൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ചില സമയത്തൊക്കെ. പിന്നെ നമ്മുടെ മാക്സ് സ്പീഡ് 25 കിലോമീറ്റേഴ്സാണ്. ഞാനത് ഫുൾ ഇത് കൊടുത്തേക്കുക. പിന്നെ നമുക്ക് സെൻറ്റർ സ്റ്റാൻഡും അങ്ങനെ എല്ലാം ഫെസിലിറ്റിയും തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ്, ഇത് ചില സമയത്ത് സൂക്ഷിക്കണം കേട്ടോ. വെള്ളം വീണാൽ ചില സമയത്ത് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹോൺ. പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ സെക്ഷൻ. ഈ നടുക്കത്തെന്ന് പറയുമ്പം ഒരു ഡേ ലൈറ്റ്സ് എന്ന് പറയും. എന്നുവെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഒരു ചെറിയ രാത്രി ആകുമ്പോൾ ഇടാം. പിന്നെ ഒന്നും കൂടിയും കൊടുക്കുമ്പോൾ നമ്മുടെ ഫുൾ സാധാ ലൈറ്റ്സ് പോലെ ഓണാവും. അത് അപ്പുറത്തെ സൈഡിലാട്ടോ മറ്റേ ഡിമ്മും ബ്രൈറ്റും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ താഴത്ത് വരുമ്പോൾ ക്രൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രൂസ് ഞെക്കിക്കൊണ്ട് ആക്സലറേഷൻ കൊടുത്തിട്ട് പിന്നെ ആക്സലറേഷൻ വിടുമ്പോൾ ആണെങ്കിൽ ആ സെയിം സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 10 ആണെങ്കിൽ 10 km/h, 25 ആണെങ്കിൽ 25 km/h. ഇതിന് ഏകദേശം 76 to 55,000 ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ചുമ്മാ ഒരു ആക്സസറീസ് ചുമ്മാ കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഈ പി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മറ്റേ ബ്രേക്ക് ഞെക്കിയില്ലേ, അതിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ പി ബട്ടണിൽ ഞെക്കിയാലും ആ പീൻ്റെ ഒരു പാർക്ക് ഓപ്ഷൻ പോകും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്റ്റാൻഡ്, ഇത് അത്യാവശ്യം ഒരു ഇച്ചിരി ഹാർഡൊക്കെ ആട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഫുഡ് റെസ്റ്റ്, അത് ഇച്ചിരി താഴത്തോട്ടേക്ക് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ വരണം. പിന്നെ ഇതാണ് നമ്മുടെ ചാർജർ, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സൈഡിൽ തന്നെ ഈ ലെങ്ത്തും അതേപോലെ തന്നെ മറ്റേ സൈഡിൽ ഈ ലെങ്ത്തും ഉണ്ട്, അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മറ്റേ ചാർജിങ് പോർട്ടിലേക്ക് കുത്തുന്നത്. പിന്നെ മറ്റേ സൈഡാണ് നമ്മുടെ വെഹിക്കിളിലേക്ക് ചാർജ് ചെയ്യുന്നത്. ഈ 3 പോർട്സ് ഹോൾസിലേക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്യണം കേട്ടോ. നമ്മളിത് തുറക്കണം. അപ്പോൾ ഇതുണ്ട്, ഇവിടെയുണ്ട് 3 പിൻസ്. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യണം. ഇതിൻ്റെ അകത്ത് ആണെങ്കിൽ നമ്മുടെ ഒരു ഫാൻ കറങ്ങും, ഒരു മോട്ടർ, അന്നേരമാണ് നമ്മളിത് ഓണായെന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഇതാണെങ്കിൽ നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ 2 റെഡ് ലൈറ്റ് കണക്റ്റ് ആവും. അപ്പോഴാണ് നമ്മൾ 2 പാർട്ടും കണക്റ്റ് ചെയ്യുന്നത് മനസ്സിലാവുന്നത്. ബാക്കിയൊക്കെ ഈ വണ്ടീൻ്റെ പെർസെൻറ്റേജ് ആട്ടോ, ബാറ്ററി. പിന്നെ നമ്മളാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഫുൾ ചാർജ്, ഒരു 66 ഇപ്പോൾ കാണിക്കും. അപ്പോൾ അതൊരു 66-67 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഫുൾ ചാർജൊക്കെ ആയെന്ന് മനസ്സിലാവുന്നത്. അല്ലാണ്ട് കുറയുന്നൊന്നും കാണിക്കത്തൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാറ്ററി ആണെങ്കിൽ ലിഥിയമാണ്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഓടിക്കഴിയുമ്പോൾ അത് 64-63 അങ്ങനെയൊക്കെ ആവും. പിന്നെ ഇത് തന്നെ നമുക്ക് നമ്മുടെ ബൂട്ട് സ്പേസിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അത്യാവശ്യം ചെറുതല്ല, എന്നാലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചാൽ മതി. കണ്ടോ, ഈ ലെങ്ത്ത് പക്ഷെ എന്നാലും നമ്മുടെ ബൂട്ട് സ്പേസ് കറക്റ്റായിട്ട് ഇത് കയറുന്നുണ്ട്.
ഇത് കൊണ്ടുപോകുന്ന കേട്ടോ നല്ലത്, കാരണം ഇടയ്ക്ക് വെച്ച് ചാർജ് കയറുന്നാലോ. പിന്നെ ഈ സ്വിച്ച് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ലോങ് ടൈം വണ്ടി ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്തിടാം, ഒരു ആഴ്ചയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഇത് കണ്ട് നന്നായിട്ട് ക്ലോസ് ഒക്കെ ആവുന്നുണ്ട്. പിന്നെ നമ്മളൊന്ന് കഴുകുകയും കൂടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാട്ടോ കാണാനൊക്കെ ആയിട്ട്, റെഡ് ബ്ലാക്കൊക്കെ. ഇതും കൊണ്ടാണ് ഞാൻ സ്കൂളിലൊക്കെ പോകുന്നത്. ഇതേ കണ്ടോ, ലൈക്ക് 25 കിലോമീറ്റേഴ്സ് ഉള്ളെങ്കിൽ നമുക്ക് നമ്മുടെ ലൈക്ക് ആവശ്യങ്ങളൊക്കെ നടക്കും. പിന്നെ അതൊക്കെയുള്ളൂ ഗൈസ്. പിന്നെ ഇത് മിക്കയിടത്തൊക്കെ പെർമിറ്റ്സ് ആണ്, ബട്ട് വി ഹാവ് ടു വെയർ ഹെൽമെറ്റ്സ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. ഇത് കണ്ടോ, സ്റ്റാൻഡ് ഇച്ചിരി ഹാർഡാണ് ഇതിൻ്റെ. അപ്പോൾ ഗൈസ് താങ്ക് യു, ഇത്രേ ഉള്ളൂ.